ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെട്ടിനാട് ചിക്കൻ കറി ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്ത് കുക്ക് ചെയ്യായിരിക്കും ഇതിന് കൂടുതലും കൂടി ടേസ്റ്റ് വരിക. എനിക്കിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യാറ്. അത് കാരണം ഞാൻ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായതിന് ശേഷം 1 ടീസ്പൂണോളം ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഇനി പൊട്ടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കടുക് നല്ലോണം എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഫ്ലെയിം മീഡിയം ടു ലോ വെച്ചിട്ട് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ജീരകം ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലകൾ ഇടാം. ഞാനിവിടെ ബേ ലീഫ് ഇട്ടിട്ടുണ്ട്, പിന്നെ 2 കറുവപ്പട്ട, 4 ഏലക്കായ, പിന്നെ ഗ്രാമ്പു 3 എണ്ണം അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മസാല മൂക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 വലിയ സബോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് സബോള ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ ഗ്രേവി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് 2 വലിയ സബോളയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സബോള വഴണ്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി സബോള പെട്ടെന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സബോള സോഫ്റ്റ് ആവും, അതിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട്. ഇതിപ്പോൾ സബോള നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് നല്ലോണം മൂത്ത് വരണ വരെ ഇളക്കി കൊടുക്കാം. ബ്രൗൺ കളർ ആവണ വരെ നമുക്കത് ഇളക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ ഇട്ടിട്ട് നമ്മളിങ്ങനെ കുറേ നേരം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്ക് നല്ലോണം ഇത് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഇടേണ്ടത് മസാല പൊടികളാണ് ഇടേണ്ടത്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഇളക്കി മല്ലിപ്പൊടി മൂത്ത് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എപ്പോഴും നമ്മൾ മസാലകൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക. അത് മൂത്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഈ മുളക് പൊടിക്ക് നല്ല എരിവായ കാരണമാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ടത്. ഇപ്പോൾ എരിവ് കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഇടുക. ഇനി ഞാനിവിടെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത്. ഒരു മീഡിയം സൈസുള്ള തക്കാളി ഹാഫാണ് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നല്ലോണം ഇളക്കി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അതായത് തക്കാളി നല്ലോണം സോഫ്റ്റായി കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ഇത് കുക്കാവാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം സോഫ്റ്റായി കുക്കായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. എനിക്കിവിടെ ബോൺലെസ് ചിക്കനാണ് കിട്ടിയിരിക്കുന്നത്. ബോണുള്ള ചിക്കൻ കൊണ്ട് ഉണ്ടാക്കുമായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്കിത് നല്ലോണം ഇളക്കി ചിക്കനിലേക്ക് മസാല പിടിക്കാനായിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം.
നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ബോണുള്ള ചിക്കൻ കൊണ്ട് ഉണ്ടാക്കാൻ നോക്കണം. ബോൺലെസ്സിനേക്കാളും എനിക്ക് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇതാണ് കിട്ടിയത്. ബാക്കിയുള്ള ചിക്കന് അധികം എക്സ്പയറി ഡേറ്റ് അധികം ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. എപ്പോഴും ചിക്കൻ അതിൻ്റെ വെള്ളത്തിൽ നിന്ന് തന്നെ കുക്ക് ചെയ്യായിരിക്കും നല്ലത്. എക്സ്ട്രാ നമ്മൾ വെള്ളം ആഡ് ചെയ്യണേക്കാൾ നല്ലത്. ഇതിപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങി പകുതി കുക്കായിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം തുറന്നിട്ട്, അല്ലെങ്കിൽ അത് അടി പിടിക്കും. അപ്പോൾ പകുതി കുക്കായിട്ടുള്ളൂ. ഇത് നമുക്ക് കുറച്ചും കൂടി നേരം കുക്ക് ചെയ്യാം അടച്ച് വെച്ചിട്ട്. ഇപ്പം നമ്മൾ പകുതി ഞാൻ 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തുറന്ന് നോക്കിയിട്ടുണ്ട്. നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ നല്ലോണം കുക്കായിട്ടുണ്ട്. എനിക്ക് ടോട്ടൽ 15 മിനിറ്റ് നേരെ കുക്ക് ചെയ്യേണ്ട വന്നിട്ടുള്ളൂ. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ബോണുള്ള ചിക്കനാണെങ്കിൽ കുറച്ചധികം നേരം കുക്ക് ചെയ്യേണ്ടി വരും. ഇതാണ് ചെട്ടിനാട് ചിക്കൻ കറി. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.